നല്ല കണ്ടന്റാണ്, നല്ലൊരു കണ്ടന്റാണ്, കൊള്ളാം. കൊള്ളാട്ടോ, നല്ല അവിടെ ഹാസ്യമുണ്ട്, പിന്നെ കരയിപ്പിക്കുന്ന ഒരു ഫീലിങ്സും കൊണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാനും ഇല്ലാത്തൊരു കഥാപാത്രമാണ്. എന്താ പറയുക, എനിക്ക് അവസാന ഘട്ടത്തിലൊക്കെ ചിരിച്ച് അങ്ങോട്ട് സങ്കടപ്പെടുത്തുന്നുണ്ട്. നന്നായിട്ടുണ്ട്. ഒരു മട്ടാഞ്ചേരി, കോട്ടുകൊച്ചി, പള്ളുരുത്തി നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു ചെറു പ്രദേശത്തുള്ള ഒരു കഥയാണ്. നന്നായിട്ടുണ്ട്, കൊള്ളാം, അടിപൊളി പടം. കൊള്ളായിരുന്നു. രണ്ടുപേരും ഒരു വ്യത്യസ്ത ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ പോപ്സും അതുപോലെ മിഥുനും രണ്ടുപേരും ഒരു ഡിഫറെൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പക്ക ഒരു കൊച്ചി പശ്ചാത്തലത്തിലുള്ളൊരു മൂവിയാണ്. ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ പറ്റുന്നൊരു സംഭവമാണ്. ബ്രോ, ഇത് എന്താ പറയുക, ഒരു ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസീവ് ചെയ്ത് ചെയ്തത്. അപ്പോൾ ആ ഒരു ഉദ്ദേശം ആൾക്കാർ മുഖത്ത് കാണുമ്പോൾ വി ആർ സോ ഹാപ്പി. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം ആ ഒരു നല്ലൊരു ഹാപ്പിനെസ് മൊമെൻറ്റിൽ നമ്മൾ ഒരുപാടായിട്ട് വെയിറ്റ് ചെയ്ത് ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എത്തിയിട്ട് ആൻഡ് ആൾക്കാരും കൂടി ഹാപ്പിയാണെന്ന് പറയുമ്പോൾ ഐ ആം സോ ഹാപ്പി. ഫുൾ കോമഡിയാണ്, അതായത് കോമഡി ആക്ഷൻ പ്ലസ് കോമഡി ആക്ഷൻ ഉണ്ട്, എല്ലാം മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു സിനിമ. നമ്മൾ പുട്ടിന് തേങ്ങ എടുത്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കോമഡി എടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഒരു സീരിയസ് ഒരു സ്റ്റോറിയാണല്ലോ പറയുന്നത്. സിനിമ ഒരു സ്റ്റോറി, ആ ഒരു സ്റ്റോറിക്ക് വേണ്ട കോമഡികൾ എല്ലാം ഉണ്ട്. എന്തായാലും കണ്ടിട്ട് എന്തായാലും നിങ്ങൾ പറയണം. അപ്പോഴേ എനിക്കും അറിയാൻ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആൾക്കാരുടെ ഒപ്പീനിയൻ. ഞാൻ ആക്ച്വലി എല്ലാവരുടെയും ഇങ്ങനെ ഫേസിങ്ങിന്, ഞാൻ സിനിമ കണ്ടിട്ടില്ല, ഞാനിങ്ങനെ സിനിമ കാണുന്ന ഞാൻ ആൾക്കാരുടെ മുഖത്തിങ്ങനെ നോക്കുമായിരുന്നു. സമാധാനം, ഓക്കെ അവിടെ ശരി, ഓക്കെ, അതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. ഞാൻ ആക്ച്വലി ഒരുപാട് പ്രാവശ്യം മൂവി കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് ആൾക്കാരെ കൂടെ ഇരുന്ന് കാണാൻ ഞാൻ ഇത്തിരി വെയിറ്റ് ചെയ്ത് നിന്നിരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഓരോ പ്രേക്ഷകൻ്റെയും ഫേസിലായിരുന്നു എൻ്റെ കണ്ണ്. എന്തായാലും അത് എനിക്കൊരു ഭയങ്കര കിടല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച സ്ഥലത്തൊക്കെ ചിരിച്ചു, ഞാൻ വിചാരിക്കാത്ത സ്ഥലത്ത് ചിരിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ചെറുതാണെങ്കിൽ ഞങ്ങളുടെ ഈ പടം വിജയിപ്പിച്ച് തന്നെ എല്ലാവരും കാണണമെന്നുണ്ട്. എല്ലാ വലിയ പടവും പോലെയല്ല, ഒരു ചെറിയ പടമാണെങ്കിലും ഞങ്ങളുടെ പടം വിജയിക്കുമെന്നാണ് എൻ്റെ വലിയ പടം. ഒരുപാട് നാളത്തെ എന്താണ്, ഒരുപാട് കഷ്ടപ്പെട്ട പടം വിജയിപ്പിച്ച് തന്നെ എല്ലാവരും പാട്ട് ലൈക്ക് എന്താ പറയുക, അതൊരു ഞങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് പാട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് വിനീതേട്ടൻ പാടിയിട്ടുണ്ട്, വിനീതേട്ടൻ പാടിയിട്ടുണ്ട്, ഗാനാബാല പാടിയിട്ടുണ്ട്, പിന്നെ എന്താ പറയുക അന്തോണിദാസൻ പാടിയിട്ടുണ്ട്, കാർത്തിക് അതാണ് ഫേവറേറ്റ് ട്രാക്കാണ് എൻ്റെ. അപ്പം എല്ലാവരും അത് എനിക്ക് ഞങ്ങൾ ഈ പടം തുടങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല, ഇത്രയും വലിയ ഗ്രാൻഡായിട്ട് റിലീസ് ചെയ്യുന്നൊന്നും വിചാരിച്ചിട്ടല്ല. ഞങ്ങളൊരു കുഞ്ഞു പടമായിട്ട് പ്ലാൻ ചെയ്തത്. പക്ഷേ അത് ഓർഗാനിക്കലി ദൈവം എല്ലാവരും കൂടി ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് ഞങ്ങളെ ഇപ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരും മുന്നിലും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതിന് ഞാൻ ഇത്ര നന്ദി പറഞ്ഞാലും എനിക്ക് ഞങ്ങൾ കുറേ ഒരു നിമിഷമൊക്കെ എത്തിയിട്ടുണ്ട്. ഹോപ്പ് പോവും, പക്ഷേ അതൊന്നൊക്കെ തിരിച്ചു വന്ന് സിനിമ ഈ ഒരു ഇൻ ദ സെൻസ് ലൈക്ക് ആൾക്കാരുടെ മുഖം കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം. ആ ഒരു രീതിയിലേക്ക് എത്തിച്ചു തന്ന് ദൈവത്തിന് നന്ദി. അതെ, ദൈവത്തിന് നന്ദി. എന്തായാലും വളരെ സന്തോഷം. ആദ്യം തന്നെ എടുത്തു പറയുന്നത് ഇതൊരു ചെറിയൊരു ചിത്രമാണ്. ഒരുപാട് വലിയ ചിത്രങ്ങളുടെ ഇടയിൽ ഇറങ്ങിയ ഈ ഒരു ചിത്രം ഒരുപാട് പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ചിത്രം. മിഥുനായാലും നിതിനായാലും അതേപോലെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങൾ, ബേബി ചേച്ചി, മേരി ചേച്ചി, ബിന്ദു പണിക്കർ ചേച്ചി, അങ്ങനെ ഒരുപാട് സജീവ് പള്ളുരുത്തി എന്ന് പറയുന്ന ഒരു നടൻ നല്ല രീതിയിൽ തന്നെ എഴുതുന്നു. അങ്ങനെ ഒരുപാട് പുതുമുഖങ്ങളും ഒരുപാടുണ്ട്. എല്ലാവരും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതിൽ സംവിധായകൻ ഷാജഹാൻ, അദ്ദേഹവും അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു നല്ലൊരു കുടുംബചിത്രം തന്നെയാണ് യമുന. അടിപൊളി പടമാട്ടോ, നല്ല കോമഡി പടമാണ്, ലാഗില്ലാണ്ട് കാണാം. ഡയറക്ടർ ഷാജഹാൻ്റെ ആദ്യത്തെ സംരംഭമാണെങ്കിലും വളരെ നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ അടിപൊളി പടമാണ്, ആരും അയ്യെന്നൊന്നും പറയില്ല. ഞാൻ ഇതിലൊരു സൈക്കോ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്, കപ്പലണ്ടി എന്നൊരു കഥ. നല്ല പടവും ത്രില്ലർ മൂവിയാണ്. അതിൽ അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പെർഫോമൻസ് അടിപൊളി. മേരി ചേച്ചി, എൻ്റെ ഫ്രണ്ടായ അജുബാനു ഉൾപ്പെടെയുള്ള അഭിനയിച്ച് നല്ലൊരു കഥാപാത്രം, കണ്ടിരിക്കാമെന്നൊക്കെ സിനിമ. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.